2025 വർഷം ഇടവം രാശിയിൽ ജനിച്ച ആളുകൾക്ക് കൂടുതൽ ജോലി ആവശ്യമായി വന്നേക്കാം. എന്നാൽ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങൾ നൽകിയേക്കാം. നിങ്ങളെ അധികമായി പരിശ്രമിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് 2025 മാർച്ച് വരെ ശനി അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നു. 2025 മാർച്ചിന് ശേഷം ജോലിയുടെ മുഴുവൻ പ്രതിഫലവും കൊയ്യാൻ സാധിക്കും. മെയ് വരെ രാഹു സംക്രമം നിങ്ങൾക്ക് മികച്ച ഫലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മെയ് മാസത്തിനു ശേഷം ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ശനിയും രാഹുവും അത്തരമൊരു സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വെല്ലുവിളികൾ വർഷം മുഴുവനും തുടരാമെന്നും എന്നാൽ വിജയകരമായ ജോലിയും അനുകൂലമായ ഫലങ്ങളും അവ പിന്തുടരുമെന്നും തോന്നുന്നു. വ്യാഴത്തിന്റെ സംക്രമം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം നൽകുമെന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ വിദ്യാഭ്യാസത്തിന് നല്ല വർഷമായിരിക്കാം. വിവാഹം, ദാമ്പത്യ ജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഈ വർഷം അനുകൂലമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ 2025 പ്രണയബന്ധങ്ങൾക്ക് പൊതുവെ നല്ല ഫലങ്ങൾ കൊണ്ടുവന്നേക്കാം. പൊതുവെ ആരോഗ്യത്തിന് അനുകൂലമായിരിക്കും. പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടില്ല. പ്രത്യേകം മാർച്ചിന് ശേഷം ശനി നിങ്ങളുടെ നേട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇനിയും കുറയും. എന്നിരുന്നാലും ശനി നിങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകണമെന്നില്ല. മാർച്ച് വരെ 4ാമത്തെ വീട്, ഹൃദയം അല്ലെങ്കിൽ നെഞ്ച് സംബന്ധമായ ആശങ്കകൾ വർദ്ധിപ്പിക്കും. തൽഫലമായി നിലവിലുള്ള ഹൃദയമോ ശ്വാസകോശമോ ഉള്ളവർക്ക് ആദ്യ മാസങ്ങളിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. 4ാം വീട്ടിൽ ശനിയുടെ സ്വാധീനം അവസാനിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുമാറാത്തതും നിരന്തരവുമായ അസുഖങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. മെയ് മുതൽ കേതു 4ാം ഭാവത്തെ ബാധിക്കാൻ തുടങ്ങും. ഇത് ചെറിയ അസ്വസ്ഥതകൾക്ക് കാരണമാകും. എന്നിരുന്നാലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നത് കുറച്ച് ആശ്വാസം നൽകും. കൂടാതെ യോഗ, വ്യായാമം, ശുദ്ധവും സാത്വികവുമായ ഭക്ഷണക്രമം എന്നിവ പാലിക്കുന്നത് ഗുണം ചെയ്യും. മെയ് പകുതിക്ക് ശേഷം വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനം നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തും. താരതമ്യേന മെച്ചപ്പെട്ട ക്ഷേമം ആസ്വദിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. 2025 വിദ്യാഭ്യാസത്തിന് പൊതുവെ അനുകൂലമായ വർഷമായിരിക്കും. വർഷത്തിന്റെ ആരംഭം മുതൽ മെയ് പകുതി വരെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട ഗ്രഹമായ വ്യാഴം 5ാമത്തെയും 9ാമത്തെയും ഭാവങ്ങളെ അനുകൂലമായി സ്വാധീനിക്കുന്ന 1ാം ഭാവത്തിലായിരിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മികവ് പുലർത്താൻ സാധ്യതയുണ്ടെന്ന് ഈ വിന്യാസം സൂചിപ്പിക്കുന്നു. മെയ് പകുതിക്ക് ശേഷം വ്യാഴം 2ാം ഭാവത്തിലേക്ക് നീങ്ങും. ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ വിദ്യാഭ്യാസ അന്തരീക്ഷം മെച്ചപ്പെടുത്തുകയും ചെയ്തേക്കാം. കൂടാതെ നിങ്ങളുടെ പഠനത്തിന് നിങ്ങളുടെ കുടുംബം പ്രോത്സാഹനവും പിന്തുണയും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബുധന്റെ സംക്രമത്തിന് ഇടയ്ക്കിടെ ബലഹീനതകൾ അനുഭവപ്പെടാമെങ്കിലും മൊത്തത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകാനാണ് സാധ്യത. തൽഫലമായി നിങ്ങൾ ഈ വർഷം മികച്ച അക്കാദമിക് പ്രകടനം നടത്തണം. വർഷത്തിന്റെ തുടക്കത്തിൽ ശനിയും പിന്നീട് കേതുവും 4ാം ഭാവത്തെ ബാധിക്കുന്നു. സാധ്യമായ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് പ്രധാനമാണ്. ശാന്തത പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ വർഷം മുഴുവനും നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നേടാനാകും. ഈ വർഷം നിങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്നാണ്. വർഷത്തിന്റെ തുടക്കം മുതൽ മാർച്ച് വരെ നിങ്ങളുടെ തൊഴിൽ ഭവനത്തെ നിയന്ത്രിക്കുന്ന ശനി നിങ്ങളുടെ കഠിനാധ്വാനത്തെ അടിസ്ഥാനമാക്കി നല്ല ഫലങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ട് നിങ്ങളുടെ കരിയർ മേഖലയിൽ സ്ഥിതി ചെയ്യും. ശനി അധിക പരിശ്രമം ആവശ്യപ്പെടുമെങ്കിലും അത് നിങ്ങളുടെ ബിസിനസ്സിന്റെ പുരോഗതിയെ സുഗമമാക്കും. പുരോഗതി ക്രമേണയാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് വളരുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർച്ചിന് ശേഷം 10ാം ഭാവാധിപൻ ലാഭഗ്രഹത്തിലേക്ക് നീങ്ങുന്നതിനാൽ നിങ്ങൾക്ക് അനുകൂലവും പ്രയോജനകരവുമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഈ മാറ്റം നിങ്ങളുടെ ബിസിനസ് സാധ്യതകൾ വർദ്ധിപ്പിക്കും. കൂടാതെ 10ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്വാധീനം നിങ്ങളുടെ ബിസിനസ്സിനെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ സഹായിക്കും. മൊത്തത്തിൽ 2025 ബിസിനസ് സംരംഭങ്ങളിൽ അനുകൂല ഫലങ്ങൾ സുപ്രധാന അവസരങ്ങളുടെ വർഷമാകും. കരിയറിന്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ 6ാമത്തെ വീടിന്റെ അധിപനായ ശുക്രൻ വർഷം മുഴുവനും നിങ്ങളുടെ ജോലിയെ പിന്തുണയ്ക്കും. കൂടാതെ പ്രധാന ഗ്രഹങ്ങളുടെ സംക്രമണം 10ാം വീടിന്റെ അധിപനാണെന്ന് സൂചിപ്പിക്കുന്നു. വർഷാരംഭം മുതൽ മാർച്ച് വരെ 10ാം ഭാവത്തിൽ തുടരും. ഇത് ജോലി സമ്മർദ്ദം വർദ്ധിപ്പിച്ചേക്കാം. മാത്രമല്ല വിജയകരമായ ടാസ്ക് പൂർത്തിയാക്കുന്നതിനുള്ള ശക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജോലിയിലെ ചില പിഴവുകൾ മേലുദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചേക്കാം.
നിങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ അവർ ആന്തരികമായി മതിപ്പുളവാക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. മെയ് പകുതിക്ക് ശേഷം വ്യാഴത്തിന്റെ സംക്രമണം നിങ്ങളുടെ 6-ാമത്തെയും 10-ാം ഭാവത്തെയും സ്വാധീനിക്കും. നല്ല തൊഴിൽ ഫലങ്ങളുടെ സാധ്യതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ ഒരു ജോലി മാറ്റം പരിഗണിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങളെ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കാൻ സഹായിക്കും. നിങ്ങളുടെ സഹപ്രവർത്തകരിൽ ചിലർക്ക് നിങ്ങളോട് മത്സരമോ അസൂയയോ ഉള്ള വികാരങ്ങൾ ഉണ്ടായേക്കാം. ഇത് നിങ്ങളുടെ ജോലിയിൽ കാര്യമായ പ്രതികൂല സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല. നിങ്ങളുടെ പ്രയത്നത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ കരിയറിൽ നല്ല ഫലങ്ങൾ കൈവരിക്കുന്നത് തുടരും. സാമ്പത്തികമായി അനുകൂലമായിരിക്കും. വർഷത്തിന്റെ ആരംഭം മുതൽ മെയ് പകുതി വരെ നിങ്ങളുടെ നേട്ടങ്ങളുടെ അധിപൻ ആദ്യ ഭവനത്തിൽ വസിക്കും. ലാഭം സൃഷ്ടിക്കുന്നതിന് അനുകൂലമായ ഒരു നല്ല ബന്ധം സൃഷ്ടിക്കുന്നു. ഈ കാലയളവിൽ നിങ്ങളുടെ ശക്തിയെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് ഈ വിന്യാസം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രയത്നത്തിന് ആനുപാതികമായി നന്നായി സമ്പാദിക്കുന്നതിലൂടെ സാമ്പത്തിക സ്ഥിതി. മെയ് പകുതിക്ക് ശേഷം നേട്ടങ്ങളുടെ ഭവനത്തിന്റെ അധിപൻ സമ്പത്തിന്റെ ഭവനത്തിലേക്ക് മാറും. അത് മാറില്ല. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഗണ്യമായി ലാഭിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 2025 ഇടവം ജാതകം അനുസരിച്ച് ബുധൻ സമ്പത്തിന്റെ അധിപൻ പൊതുവെ വർഷം മുഴുവനും പിന്തുണയ്ക്കും. തൽഫലമായി സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു മിശ്രിതം അനുഭവപ്പെട്ടേക്കാം. ഈ വർഷത്തെ താഴ്ചയും. വർഷത്തിന്റെ തുടക്കം മുതൽ മെയ് വരെ നിങ്ങളുടെ 5-ാം ഭാവത്തിൽ കേതുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും ഇതിന് ഒരു നല്ല വശമുണ്ട്. കാരണം വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവത്തെയും സ്വാധീനിക്കും. ഈ കാലയളവിൽ ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ വേഗത്തിൽ പരിഹരിക്കാൻ സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അവ വേഗത്തിൽ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മെയ് പകുതിക്ക് ശേഷം വ്യാഴം നിങ്ങളുടെ 2-ാമത്തെ വീട്ടിലേക്ക് നീങ്ങുന്നു. കേതു 4-ാം ഭാവത്തിലേക്ക് മാറുന്നു. വീട് അത് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ ഇനിയും കുറയ്ക്കും. എന്നിരുന്നാലും ഈ സമയത്ത് 5-ാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം ചില ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ചെറിയ തെറ്റിദ്ധാരണകൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമെങ്കിലും യഥാർത്ഥ തെറ്റുകൾ കൂടുതൽ പ്രാധാന്യമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ ഈ വർഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല എന്നതാണ് പ്രധാന സന്ദേശം. നിങ്ങളുടെ ബന്ധം സ്ഥിരതയുള്ളതായിരിക്കണം. എന്നിരുന്നാലും നിങ്ങളുടെ വികാരങ്ങൾ ആത്മാർത്ഥതയില്ലാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലാണെന്ന് നടിക്കുകയാണെങ്കിൽ, മാർച്ചിന് ശേഷം ശനി നിങ്ങളുടെ ബന്ധങ്ങളിൽ വെല്ലുവിളികൾ കൊണ്ടുവരും. ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ വിവാഹപ്രായത്തിലാണെങ്കിൽ, സജീവമായി ഒരു പങ്കാളിയെ തിരയുന്നുണ്ടെങ്കിൽ ഈ വർഷം അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വർഷത്തിന്റെ ആരംഭം മുതൽ മെയ് പകുതി വരെ വ്യാഴം നിങ്ങളുടെ ആദ്യ ഭവനത്തിൽ വസിക്കും. നിങ്ങളുടെ 5-ാമത്തെയും 7-ാമത്തെയും വീടുകളിൽ നല്ല സ്വാധീനം ചെലുത്തുന്നു. 202 വിവാഹ നിശ്ചയങ്ങൾക്കും വിവാഹങ്ങൾക്കും ഈ വിന്യാസം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ചും പ്രണയവിവാഹം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കും. മെയ് പകുതിക്ക് ശേഷം വ്യാഴം നിങ്ങളുടെ 2-ാമത്തെ വീട്ടിലേക്ക് മാറുന്നത് വിപുലീകരണത്തെ പിന്തുണയ്ക്കും. നിങ്ങളുടെ കുടുംബം വിവാഹത്തിന്റെ സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഈ കാലയളവിൽ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെയോ വിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച് വർഷം പൊതുവെ അനുകൂലമായിരിക്കും. മാർച്ചിന് ശേഷം നിങ്ങളുടെ 7-ാം ഭാവത്തിൽ ശനി അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് അകന്നുപോകുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കാര്യമായ പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വർഷത്തിന്റെ ആരംഭം മുതൽ മെയ് പകുതി വരെ കുടുംബ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹമായ വ്യാഴം നിങ്ങളുടെ ആദ്യ ഭവനത്തിൽ വസിക്കും. അത് കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം, നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലമതിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടാനും നിങ്ങൾ ശ്രമിക്കും. മെയ് പകുതിക്ക് ശേഷം വ്യാഴം 2-ാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങൾ വർഷം മുഴുവനും കുടുംബ ബന്ധങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് കൂടുതൽ ശക്തമായി വളരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഗാർഹിക ജീവിതത്തിലേക്ക് വരുമ്പോൾ 2 സമ്മിശ്ര ഫലങ്ങൾ നൽകിയേക്കാം. വെല്ലുവിളികൾ ഇടയ്ക്കിടെ ഉണ്ടായേക്കാം. 4-ാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം മാർച്ച് വരെ തുടരും. മെയ് ശേഷം കേതു 4-ാം ഭാവത്തെ ബാധിക്കാൻ തുടങ്ങും. ഈ സംക്രമങ്ങൾ നിങ്ങളുടെ ഗാർഹിക ജീവിതത്തിൽ ചില അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാം. തൽഫലമായി വർഷം മുഴുവനും ഗാർഹിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വർഷത്തിന്റെ ആരംഭം മുതൽ മാർച്ച് വരെ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ 4-ാമത്തെ വീട്ടിലായിരിക്കും. ഭൂമിയും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബാധിക്കും.
ഈ വർഷം ഭൂമിയോ വസ്തുവോ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സ്വത്ത് തർക്കങ്ങളില്ലാത്തതാണെന്ന് സമഗ്രമായി അന്വേഷിക്കുകയും ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഉചിതമാണ്. ഒരു പുതിയ വീട് പണിയുന്നത് ഈ വർഷം വളരെ അനുകൂലമായിരിക്കില്ല, എന്നാൽ നിലവിലുള്ള വീട് പുതുക്കിപ്പണിയുന്നതിനോ അലങ്കരിക്കുന്നതിനോ പിന്തുണ ലഭിക്കും. അതുപോലെ വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താവുന്ന ഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അറ്റകുറ്റപ്പണികളിലൂടെയോ പരിഷ്കരണങ്ങളിലൂടെയോ നിങ്ങളുടെ നിലവിലുള്ള വാഹനത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താനാകും. എന്നാൽ ഒരു പുതിയ വാഹനം വാങ്ങുന്നത് മികച്ച തിരഞ്ഞെടുപ്പായിരിക്കില്ല.